Sir, welcome to Crime Online. Thank you. Can you hear me? Yeah. ഇവിടെ അപ്രതീക്ഷിതമായി ഇസ്രായേൽ അമേരിക്ക കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇറാനെതിരായി ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒരു വർഷം മുമ്പ് ഒരു ശ്രമം നടത്തി നോക്കി, എന്നാലും അവരുടെ പവർ സ്ട്രക്ചർ ഇൻടാക്റ്റായിട്ട് തന്നെ, കൊമേനിയുടെ പവർ സ്ട്രക്ചർ ഇൻടാക്റ്റായിട്ട് തന്നെ നിന്നു. ഇപ്പോൾ കൊമേനിയെ വധിക്കാൻ സാധിച്ചത് ഇവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. നാളെ ഈ യുദ്ധത്തിൻ്റെ ഗതി മാറുമോ? കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന സാധ്യതകളാണ് കാണുന്നത്. അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ വിലയിരുത്തൽ പറഞ്ഞാൽ നന്നായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ ക്രൈം ചാനലിനും അതുപോലെ എൻ്റെ വീഡിയോയും അതുപോലെ ക്രൈം ചാനലിലെ വീഡിയോയും കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ കേണൽ CM ഉണ്ണിത്താൻ. കാരണം ഞാൻ സ്ട്രാറ്റജിക് മാറ്റേഴ്സ്, വേൾഡ് അഫയേഴ്സ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റു കാര്യങ്ങളുടെ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അതനുസരിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ പല ചാനൽസുകളിലും യൂട്യൂബിലും സംസാരിക്കാറുണ്ട്, റിക്വസ്റ്റ് വരുന്നതനുസരിച്ച്. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സംഭവം അപ്രത്യക്ഷമെന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷം ജൂണിൽ, ഒരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും, അമേരിക്ക ഇറാന്റെ 3 ന്യൂക്ലിയർ ഫെസിലിറ്റീസിലെ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ അറ്റാക്ക് നടത്തി. അതിലാണെന്നുണ്ടെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ്, കാരണം അണുവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ട യുറേനിയം പ്രോസസ്സ് ചെയ്യുന്ന 3 പ്ലാന്റുകളിലാണ് അവർ അറ്റാക്ക് ചെയ്തത്. എന്നിട്ട് വാർണിംഗ് കൊടുത്തു, കാരണം ഇനി നിങ്ങളിത് ഈ അണുവായുധം ഉണ്ടാക്കാനുള്ള യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോകരുത്. ഇതുമായിട്ട് വർഷങ്ങളായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ സംഭാഷണങ്ങളും ബാരക് ഒബാമ അന്നത്തെ പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന്റെ സമയം പോലുള്ള കാര്യങ്ങളും, അന്ന് ഇറാനെതിരായിട്ടുണ്ടാകുന്ന പല സാങ്ഷൻസും ബറാക് ഒബാമ യുറേനിയം എൻറിച്ച്മെന്റ് ഇറാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അത് മാറ്റുകയും ചെയ്തെങ്കിൽ പോലും വളരെ വളരെ ഗോപ്യമായ രീതിയിൽ സീക്രട്ടീവായിട്ട് ഇറാൻ ഈ യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്ന മെത്തേഡ് അനുസരിച്ച് ഈ കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 85% യുറേനിയം എൻറിച്ച് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ അത് വെപ്പൺ ഗ്രേഡ്, കാരണം അണുവായുധം ഉണ്ടാക്കാനുള്ള ആ സ്റ്റേജിലുള്ള യുറേനിയമായി മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ 60 പവർ ജനറേഷൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ 60 അല്ലെങ്കിൽ 50% ഒക്കെ മതി. പക്ഷെ അതിലും കൂടുതൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് ഈ ബോംബ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് 85% കൂടുതൽ വേണം. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അമേരിക്കയും സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളും ഇസ്രായേലും എല്ലാം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇവര് വളരെ ഗോപ്യമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിനെതിരായിട്ട് സാങ്ഷൻ കൊണ്ടുവന്നു. അങ്ങനെ പല രീതിയിലുള്ള ഇവർക്ക് സഹായങ്ങളും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നാണെങ്കിലും ഈ വേൾഡ് ബാങ്കിൽ നിന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം അത് നിർത്തലാക്കി ഇവരുടെ എക്കണോമിക് എംബാർഗോ, അതെ, സാങ്ഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവസാനം ഈ കഴിഞ്ഞ വർഷം അറബ് ഇസ്രയേലും പാലസ്തീൻ പ്രശ്നങ്ങൾ ഗുരുതരമായി വന്ന് ഹമാസിനെ ഇസ്രയേൽ കയറി കൊല്ലാൻ തുടങ്ങിയതും അതിന്റെ കാരണം 2 വർഷം മുമ്പ് ഒക്ടോബർ 2023 2023 ഹമാസ് 1500 ഇസ്രയേലികളെ അവരൊരു ഒരു പിക്നിക്കോ അല്ലെങ്കിൽ ഒരു ക്യാമ്പോ നടത്തിയിരുന്ന അറ്റാക്ക് ചെയ്ത് കൊല്ലുകയും ഏതാണ്ട് 300 ആൾക്കാരെ ബന്ദികളാക്കുകയും വളരെ ആൾക്കാരെ കൊല്ലുകയും ചെയ്തതിന്റെ പരിണിത ഫലമായിട്ട് ഇസ്രായേൽ കയറി ഹമാസിനെ ആക്രമിക്കുകയും ഹമാസിന്റെ നട്ടെല്ലൊടിക്കുക എന്നുള്ള ഉദ്ദേശം അത് മിക്കവാറുമൊക്കെ അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹമാസിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന മറ്റ് ചില ഈ ഉഗ്രവാദി സംഘടനകളാണ് ഹൗതീസ് എന്ന് പറയുന്നത്. ഇവരെയൊക്കെയാണെങ്കിൽ സഹായിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇറാനിൽ നിന്നുള്ള ധനപരമായും അല്ലാതെയും വെപ്പൺസും മറ്റ് പല രീതിയിലുള്ള സഹായങ്ങളെ
ഹമാസിനാണെങ്കിലും ഹൗത്തീസിനാണെങ്കിലും ഇവർക്കെല്ലാം കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇവരെയുമാണെങ്കിൽ ഇസ്രയേൽ ആണെങ്കിൽ അവരുടെ നാട്ടിൽ ഒടുക്കുന്ന രീതിയിലേക്ക് അവരെ ആക്രമിച്ചു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം പാലസ്തീൻ ജനതകൾ അനുഭവിച്ച കഷ്ടങ്ങളും എത്രയോ ആൾക്കാർ പിന്നെ കണക്കുകൾ വെച്ച് നോക്കുമായിട്ട് യാതൊരു താരതമ്യം ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ ചത്തു, അവരുടെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും മറ്റും ഡാമേജ് ആയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇസ്രയേലിന്റെ സർവൈവൽ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യോം കിപ്പൂർ വാർ എന്ന് പറയുന്ന ഒരു യുദ്ധവും അതിനുശേഷവും ഇസ്രയേൽ പിടിച്ചടക്കിയ US കനാലിന്റെ തീരങ്ങളും ഗൊലാൻ ഹൈറ്റ്സും ഇതൊക്കെ ഒരു വലിയ ചരിത്രത്തിലെ വളരെ ഐതിഹാസികപരമായ കാര്യങ്ങളാണ്. ഇസ്രയേൽ ഒരു ചെറിയ കേരളത്തിന്റെ അത്രയും തന്നെ വലിപ്പം ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ സർവൈവലിന് വേണ്ടി അവർ ചെയ്ത പല കാര്യങ്ങളും പിന്നെ ഗൾഫ് രാജ്യങ്ങളുള്ള പ്രത്യേകിച്ചും മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് മുസ്ലിം രാഷ്ട്രങ്ങളാൽ വളഞ്ഞു കിടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെതിരായിട്ടാണ് അമേരിക്കയുടെ സപ്പോർട്ട് കൂടി പിന്നെ ഈ കഴിഞ്ഞ വർഷം അമേരിക്ക അത് ബോംബ് ചെയ്യുകയും അവരുടെ അണ്വായുധ കേന്ദ്രങ്ങൾ പക്ഷേ ഇത് അറ്റാക്ക് ചെയ്യുന്നുള്ളത് മുൻകരുതൽ മുൻസൂചന വന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇറാൻ അവരുടെ വെപ്പൺ ഗ്രേഡ് പിന്നെ യുറേനിയം പിന്നെ സ്റ്റോക്ക് പൈൽ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കക്കാർക്ക് വിചാരിച്ച പോലെ ഉത്തരകൊറിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി വസ്തുപരമായ നമുക്ക് ഒരു ഇൻഫർമേഷൻ എനിക്കില്ല, അത് പറയാൻ പറ്റില്ല. മേ ബി സാധ്യത ഉണ്ടായിരിക്കാം, ശരിയായിരിക്കാം. അപ്പോൾ പക്ഷെ അവർക്ക് നശിപ്പിക്കാൻ പറ്റില്ല അമേരിക്കയ്ക്ക്. അതിനുശേഷം ഈ അറ്റാക്ക് നടന്നെങ്കിൽ പോലും പിന്നെ വെപ്പൺ ഗ്രേഡ് യുറേനിയം എൻറിച്ച്മെന്റ് കണ്ടിന്യൂ ചെയ്തു ഇറാൻ. ഒന്ന്. രണ്ടാമത് ഈ മറ്റുള്ള ഉഗ്രവാദി സംഘടനകൾക്ക് ഇവരുടെ ഇൻഡയറക്റ്റ് സപ്പോർട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് സപ്പോർട്ടോ കണ്ടിന്യൂ ചെയ്തു. ഇതിനെതിരായിട്ട് പല പ്രാവശ്യം അമേരിക്കക്കാർ വാൺ ചെയ്തു, ഇത് ചെയ്യരുത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ മിക്കവാറുള്ള രാജ്യങ്ങളെല്ലാം, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഈ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്തു. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ, കാനഡ അമേരിക്കയുടെ അടുത്ത ഒരു സ്റ്റേറ്റ് ആക്കണമെന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിൽ പോലും അതിനെതിരായിട്ട് അവർ പ്രതികരിച്ചെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിൽ ഈ ചെയ്ത് കുഴപ്പമില്ല. എന്തുകൊണ്ടെന്നാൽ അണ്വായുധം ഉണ്ടാക്കി ഈ പിന്നെ ഇറാൻ ആ രീതിയിലേക്ക് എത്തരുത് എന്നുള്ളതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തത് നല്ലതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതെ. അപ്പോൾ മറ്റുള്ള ഇപ്പൊ ഇന്ത്യയുടെ തന്നെ ആണെങ്കിൽ ഇന്നലെ നമ്മുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞതാണ്, ഡയലോഗ് ഡിപ്ലോമാറ്റിക് ചാനൽ കൂടെ ഈ പ്രശ്നം തീർക്കണം. അത് 2 ഫോറിൻ മിനിസ്റ്റേഴ്സിനെ വിളിച്ചു, ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററേയും അതുപോലെ ഇറാന്റെയും പിന്നെ ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്ററുമായിട്ടും അദ്ദേഹം ജയശങ്കർജി സംസാരിച്ചു. നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതായത് 1979 ഈ ടെഹ്റാനിലുള്ള അമേരിക്കൻ എംബസി പിന്നെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിനോട് ചേർന്നുള്ള ഇവരെ പിടിച്ചെടുത്തു. അതൊരു വലിയ ഇറിറ്റന്റ് ആയിട്ട് അന്ന് തുടങ്ങി. അതിനുശേഷം പിന്നെ 1983 അമേരിക്കൻ മറൈൻസിന്റെ ബാരക്സ് ബോംബ് ചെയ്ത് ഏതാണ്ട് 241 ആൾക്കാരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കൊന്നു. അതിനുശേഷം അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇറാന് നേരെ തിരിഞ്ഞു. കാരണം ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻട്രസ്റ്റ് അക്രോസ് ദ ഗ്ലോബ്, ലോകത്തിൽ പല ഭാഗങ്ങളിലും ഇവരാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സിറ്റിസൺസിന് അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യാപാര സാമ്പത്തിക വ്യവസായ രംഗങ്ങളിൽ ഇവരെ കൈകടത്തുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ് ഉണ്ടാക്കുന്നു, രക്തച്ചൊരിച്ചിലുള്ള ഗൂഢമായ നീക്കങ്ങൾ ഇവർ ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച് എങ്ങനെ ഈ ഇറാനെതിരായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊക്കെ ഇതിന്റെ പുറകുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പൊ ഈ ആരോപണങ്ങൾ 100% ശരിയല്ല എങ്കിൽ പോലും പല കാര്യങ്ങളും വസ്തുപരമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഇറാന്റെ പിന്നെ ഇറാൻ യുറേനിയം എൻറിച്ച് ചെയ്ത് അണുബോംബ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ആണെങ്കിൽ അതൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നുള്ള തീരുമാനം എടുക്കുകയും അതിന് മറ്റുള്ള സഖ്യകക്ഷികളും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുകയും, പ്രത്യേകിച്ച് ഇസ്രയേലും യൂറോപ്യൻ യൂണിയൻ പിന്നെ ഫ്രാൻസ്, ജർമ്മനി, UK എന്നുള്ള രാജ്യങ്ങളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ ഇറാനിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 1 year ആയിട്ട് അവിടുത്തെ ഒരു റീസർജൻസി എന്ന് പറഞ്ഞാൽ
ആൾക്കാർ തന്നെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. എങ്ങനെ? എക്കണോമിക് ഒരു പ്രോബ്ലംസ്, ഒരു പുതിയ മുല്ലപ്പൂ സാമ്പത്തികപരമായിട്ട് പ്രോബ്ലം വളരെ അല്ലേ? ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വിലക്കയറ്റവും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഒരു പുതിയ മുല്ലപ്പൂ അവിടുത്തെ വിപ്ലവം എന്ന് പറയാം. ഭരണകൂടത്തിനെതിരായിട്ട് ഭരണകൂടത്തിനെതിരായിട്ട് അവര് കാരണം പല യോഗങ്ങൾ വിളിച്ചുകൂടുക, പിന്നെ പ്രൊട്ടസ്റ്റ് നടത്തുക. അപ്പൊ ഇങ്ങനെ ആൾക്കാർ കൂടിയപ്പോൾ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ച ഒരുപാട് പേര് ചത്തു. കണക്കനുസരിച്ച് 5000 കൂടുതൽ ആൾക്കാരെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ അയത്തോള്ള ഖൊമേനി അല്ലെങ്കിൽ ഭരണകൂടം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അമേരിക്ക ആണെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ പിന്നെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാശ് കൊടുത്താണെങ്കിൽ ഫൈനാൻഷ്യലി ഓർ മോറലി ഓർ മെറ്റീരിയലി വിച്ച് ഓർ വേ. അതുകൂടാതെ ഇറാനിൽ നിന്ന് നേരത്തെ അസൈലം അല്ലെങ്കിൽ എക്സൈലിൽ പോയ പഴയ രാജാവിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഖൊമേനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളുടെ ഷാ ഓഫ് ഇറാന്റെ മകനാണെങ്കിൽ അദ്ദേഹത്തിനെയും അടുത്ത ഭരണാധികാരിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാളെ പിന്നെ നമ്മുടെ ബംഗ്ലാദേശിൽ നടന്ന പോലെ യൂനസിനെ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടിരുന്ന യൂനസിനെ പിന്നെ നമ്മുടെ ബംഗ്ലാദേശിലെ പിന്നെ ഭരണാധികാരി പ്രൈം മിനിസ്റ്ററെ അയോഗ്യയാക്കി അവരാണെങ്കിൽ അവിടുത്തെ യുവാക്കളെ പിന്നെ സ്ട്രീറ്റ് പിന്നെ തെരുവുകളിൽ കൊണ്ടുവന്ന് അവർക്കെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവര് ഇന്ത്യയിൽ ഒളിച്ചു ഓടിയതും ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇപ്പൊ താമസിക്കുന്നതൊക്കെ അറിയാമല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് ഒരു റെജിം ചേഞ്ച് ഇപ്പോഴുള്ള ഭരണകൂടത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവര് പ്രത്യക്ഷമായും പരോക്ഷമായും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴുള്ള ജനങ്ങളെ, യുവാക്കളും പ്രത്യേകിച്ച് പല ഈ ആന്റി ഖൊമേനി ലോബി എന്ന് പറയുന്നവർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നാണെങ്കിൽ അവരോട് തന്നെ പറഞ്ഞത്, നിങ്ങൾ ഭരണം പിടിച്ചെടുക്കുക, അമേരിക്ക എന്ത് സഹായങ്ങൾ ചെയ്യാമെന്ന് ഓപ്പൺലി ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലുള്ള പിന്നെ എണ്ണയുടെ നിക്ഷേപത്തെ 10% ഇറാനിലുണ്ട്, 15% പാതകവാചവും പിന്നെ അമേരിക്കൻ ഇറാനിലുണ്ട്. അപ്പോൾ ഇത് വെനിൻസുലയിലെ ഭരണാധികാരി പ്രസിഡന്റിനെ രായ്ക്ക് രാമാനം പിടിച്ചു കൊണ്ടുപോയി പിന്നെ ബന്ദിയാക്കിയതിന് ശേഷം അയാളെ പിന്നെ നർക്കോട്ടിക്സ് ലോ അല്ലെങ്കിൽ ആ വകുപ്പുകൾ ചുമത്തി ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പൊ ഇവിടെ ഈ റെജിം ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഈ എണ്ണ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വെപ്പൺ. മറ്റുള്ള മാരകായുധങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലും മച്ച് മോർ പവർഫുൾ വെപ്പൺ എന്ന് വേണമെങ്കിൽ പറയാം. എണ്ണ ഉള്ളവരാണ്. അതാണല്ലോ ദുബായ് എന്താണ് ഇന്ന്, UAE എന്താണ്, അതുപോലെ അബുദാബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഹ്റിനിലെ ഖത്തർ, ഈ രാജ്യങ്ങളൊക്കെ നോക്കിയാട്ടെ. കാരണം ഓയിൽ റിച്ച് പിന്നെ ഗൾഫ് കൺട്രീസ് പിന്നെ ആ ഓയിൽ ബൂം വന്നതിന് ശേഷം അവരുടെ സമ്പദ് വ്യവസ്ഥ എത്രമാത്രം പിന്നെ ലോകത്തിലെ മറ്റുള്ള ഡെവലപ്ഡ് നേഷനുമായിട്ട് കടപിടിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇതിന്റെ പുറകിൽ ഈ രീതിയിൽ പിന്നെ ഒരു സഡൻ അറ്റാക്ക് നടത്തിയത്. പിന്നെ ഇതിന്റെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ പിന്നെ ഇവരുടെ ഈ അണുവായുധ പിന്നെ പരീക്ഷണ അണുവായുധം ഉണ്ടാക്കുന്നുള്ള വെപ്പൺ ഗ്രേഡ് യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ മധ്യസ്ഥ വഹിച്ച രാജ്യമാണ് ഒമാൻ. ഒമാന്റെ ഫോറിൻ മിനിസ്റ്ററും ജനീവയിൽ അവർ കണ്ടു. മൂന്നാമത്തെ മീറ്റിംഗ് ഈ ഫെബ്രുവരി 27 കഴിഞ്ഞേ ഉള്ളൂ. ഇന്ന് 2 ദിവസത്തിന് മുമ്പായിരുന്നു. അതിലാണെങ്കിൽ ഇറാൻ കാരണം അമേരിക്ക അവരുടെ 2 വിമാനവാഹിനി കപ്പലുകളും അതിനോട് ചേർന്നുള്ള അന്തർവാഹിനികളും ഫ്രിഗേറ്റ്സുകളും ഡിസ്ട്രോയേഴ്സും 500 വിമാനങ്ങളും പിന്നെ ഈ റോക്കറ്റ്സും പിന്നെ ഇതെല്ലാം പിന്നെ ചെങ്കടലിലും അതുപോലെ ഗൾഫ് പിന്നെ കടലിലും ഇവിടെ എല്ലാം ഇറാന്റെ ചുറ്റിനും കൊണ്ട് വെച്ചിട്ട് പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് തോന്നി ഒരു പക്ഷേ ഒരു പിന്നെ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാണ് ഇവർ അവസാനം സമ്മതിച്ചു. എന്ത്? ഓക്കെ, ഞങ്ങൾ പിന്നെ യുറേനിയം പിന്നെ എൻറിച്ച് ചെയ്ത് വെപ്പൺ ഗ്രേഡ് സ്റ്റേജിലേക്ക് പോവുകയില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയതാണ് ഈ 27-ാമത്തെ ലാസ്റ്റ് 3-ാമത്തെ മീറ്റിംഗ്. അടുത്ത മീറ്റിംഗ് നടക്കാം എന്നുള്ള രീതിയിലാണ് അവർ പിരിഞ്ഞത്. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങളായിട്ടും എന്ത് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ്? പല ലോകത്തിലെ ഒപ്പീനിയൻ അനുസരിച്ച് ഈസ് എ ക്രാക്ക് എന്നാ പറഞ്ഞത്, വട്ടൻ എന്ന് പറയില്ലേ, എത്രമാത്രം അല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുകൂടെ
അല്ല, റിയലിസ്റ്റ് ആണെങ്കിലും പിന്നെ അൾട്രാ മോഡ് ആണെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളില്ല. കാരണം ഈ അമേരിക്ക മാഗ, മേക്ക് അമേരിക്ക ബിഗ് എന്നുള്ളതാണ് ഇയാളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. ഗ്രേറ്റ് ഗ്രേറ്റ് അഗെയിൻ. അതിനു വേണ്ടിയാണ് അതിലിപ്പോൾ കടന്ന് കാര്യം കേട്ടു അടിക്കുന്നതും. പിന്നെ അതിനു വേണ്ടി ഇപ്പോഴാണെങ്കിൽ ഈ പിന്നെ ടാരിഫ് കൊണ്ടുവന്നു. ചൈനയുമായിട്ട് ഏറ്റുമുട്ടാൻ നോക്കി, നടന്നില്ല. അവസാനം 25% അവർ ഉറപ്പിച്ചു. ഇന്ത്യയുമായിട്ടും നോക്കി. പ്രൈം മിനിസ്റ്റർ മോദി കണ്ണുരുട്ടി കാണിച്ചപ്പോൾ ചുഴഞ്ഞെടുക്കും എന്നുള്ള രീതിയിലേക്ക് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കാര്യങ്ങൾ അവസാനം ഒരു എഗ്രിമെന്റിലെ 18% എത്തി. പക്ഷേ അമേരിക്കയിലെ പിന്നെ സുപ്രീം കോടതി തന്നെ ആ നിയമം അസാധുവാക്കി മാറ്റിയെന്നുള്ളത് അറിയാമല്ലോ. അതും ഒരു ഇല്ലായിരുന്നു. പക്ഷേ ഈ അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. പ്ലീസ്, ഇതിന്റെ ഡ്രാഫ്റ്റ് സ്റ്റേജ് ഫൈനലൈസ് ചെയ്ത് 18% വന്നെങ്കിൽ പോലും ഇന്ത്യയുടെ കർഷകരുടെയും നമ്മുടെ പിന്നെ കൃഷിയും മറ്റു കാര്യങ്ങളും എല്ലാം മുൻപിൽ നിർത്തിയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ പുറയിലാണെങ്കിൽ പ്രഷൈസ് ചെയ്തിരുന്നെങ്കിൽ പോലും അത് ചെയ്യാതിരുന്നതിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ്. പക്ഷേ ഇന്നും നമ്മളത് ഫൈനൽ എഗ്രിമെന്റ്, ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. സോ ദർ ഇസ് ആൻ ഓപ്ഷൻ ഫോർ. അതുകൊണ്ട് പീയൂഷ് ഗോയൽ, നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ, നമ്മുടെ പീയൂഷ് ഗോയൽ CNBC TV18 ചാനലിലെ ഡേ ഫോർ എ സ്ട്രീമിനിങ് എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം അവിടെ ഒരു ഇന്ത്യ മേക്ക് ഇറ്റ് ബിഗ്, അപ്പം ഡെവലപ്പ് നേഷൻ എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയിൽ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു വി ഗോട്ട് ആൻ ഓപ്ഷൻ ടു നൗ ഫർദർ നെഗോഷിയേറ്റ്. എങ്ങനെ ഈ ലെറ്റർ സുപ്രീം കോടതിയിൽ, അമേരിക്കൻ സുപ്രീം കോടതിയിലെ വിധി അനുസരിച്ച് വി ഗോട്ട് ആൻ ഓപ്ഷൻ. വി ഹാവ് നോട്ട് ഫൈനലൈസ്, വി ഓൺലി ഫൈനലൈസ് ദ ഡ്രാഫ്റ്റ്. കരട് ശരിയാക്കി അതിനുശേഷം അത് ഫൈനലി സൈൻ ചെയ്യണം, അത് നമ്മുടെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം, അതിന് ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഇതൊന്നും ആയിട്ടില്ല, റൈറ്റ്? പക്ഷേ ഈ 50% ടാരിഫ് അത് കുറച്ച് 25 കൊണ്ടുവന്നു, അത് 18 കൊണ്ടുവന്ന് ആ സ്റ്റേജിലേക്ക് അതിൽ ഫൈനലി അത് അഗ്രിമെന്റ് സൈൻ ചെയ്യണം, റൈറ്റ്? ഇതൊക്കെയാണ് ഇതിന്റെ പുറകുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇന്റർനാഷണൽ ട്രേഡിൽ തന്നെ ആണെങ്കിൽ കാനഡ ദേ ആർ അഗൻസ്റ്റ് ദം, ചൈന ദേ ആർ അഗൻസ്റ്റ് ദം, അതുപോലെ ഓസ്ട്രേലിയ ഈസ് അഗൻസ്റ്റ് ദം. അപ്പൊ അങ്ങനെ പല രാജ്യങ്ങളിലും, പിന്നെ ബംഗ്ലാദേശ് ആണെങ്കിൽ അവർ 20% അവരുടെ താരിഫ് അവർ എഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്തത്. വരാസ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലാണെങ്കിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള 28 രാഷ്ട്രങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലുള്ള. നമ്മളാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ ഇൻട്രസ്റ്റ് അതെ. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ ആ ട്രേഡ് എഗ്രിമെന്റ് ആദ്യം സൈൻ ചെയ്യുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രംപിന് മനസ്സിലായി നമുക്ക് ഇന്ത്യയോടെ കയറി കുമയ്ക്കാൻ പറ്റും നോക്കിയാൽ ശരിയപ്പോൾ നടക്കുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, നല്ലോണം അറിയാം. പിന്നെ മോദി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്, ഇനി വട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷേ ഈ ഒരു പെട്ടെന്ന് ഈ ഇറാന്റെ മേളിൽ ഇസ്രയേലും US കൂടെ ചെയ്ത ഈ ആക്രമണം സത്യത്തിൽ ഇന്റർനാഷണൽ നിയമങ്ങളും വെച്ച് നോക്കിയാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു സോവറിൻ റിപ്പബ്ലിക് നേഷൻ, അത് ഇന്ത്യയിലാണെങ്കിലും വേറെ രാജ്യങ്ങളിലും നമ്മൾ ഇത് കയറി അത് ചെയ്യാമെന്ന് ശരിയില്ല. പക്ഷേ വർഷങ്ങളായിട്ടുള്ള ഈ അനിമോസിറ്റി ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അതിൻ്റെ പല കാരണങ്ങളും ഉണ്ട്. ശരിയാണ്, പല വാണിംഗ് കൊടുത്തു നിങ്ങൾ ചെയ്യരുത്. എന്നാൽ പോലും ഉത്തര കൊറിയ ആണെങ്കിൽ അവർക്ക് അനുഭവമുണ്ട്. എന്ത് ചെയ്തു? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആദ്യത്തെ പിന്നെ ട്രംപ് 1 മറ്റേ ന്യൂക്ലിയർ ആംസ് ലിമിറ്റേഷൻ ഒപ്പിട്ടിട്ടില്ല. ആ രാജ്യങ്ങളൊന്നും ഒപ്പിട്ടില്ല. അവര് ഇറാനൊക്കെ ഒപ്പിട്ടവരാണ്. അതെ, അതുകൊണ്ടാണ്. അപ്പം കിം ആണെങ്കിൽ അയാള് കണ്ണുരുട്ടി ട്രംപ് പോയി നോർത്ത് കൊറിയയിൽ പോയി. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സമയത്ത് അവിടെ പല കാര്യം ഡിസ്കസ് ചെയ്ത് തിരിച്ചു പോകുന്നു. ഈവൻ ഇസ്രായേൽ. അതെ, സമയം കഴിയുന്നതുകൊണ്ടാണ് അടുത്ത ചർച്ചകളിൽ നമുക്ക് ട്രംപിനെ കുറിച്ച് തന്നെ വേണമെങ്കിൽ ഒരു ചർച്ച ആകാം. വരട്ടെ. പക്ഷേ ഇസ്രയേലിന്റെ അൺഒഫീഷ്യലി ഇസ്രയേൽ എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രയേലിന് അണുബോംബുകളുണ്ട് ഇഷ്ടം പോലെ, റൈറ്റ്? അത് ഇഷ്ടം പോലെ എത്ര ഉണ്ട് ക്വാണ്ടിറ്റി അതൊന്നും വെളിയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും അവർക്കുണ്ട്. അവർ ഇന്ന് വരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതാരും അവർ അംഗീകരിച്ചിട്ടില്ല, അവരും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അല്ല, ആയിക്കോട്ടെ, പക്ഷെ എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ അങ്ങനെ ക്ലാൻഡസ്റ്റൈനില് പാകിസ്ഥാന്റെ പഴയ അണുബോംബിന്റെ പിതാവ് എന്ന് പറയുന്ന ഒരു ഖാനുണ്ട്. നാസയിൽ വർക്ക് ചെയ്ത് അവിടുന്ന് ഉള്ള പിന്നെ അണുബോംബ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മോഷ്ടിച്ചു കൊണ്ടുവന്ന ശേഷം പിന്നെ ചൈനയോട് സഹായിച്ചതിന് ശേഷമാണ് അണുബോംബ് ഉണ്ടാക്കിയത്. അതാണ് എക്സാക്ട്ലി, യു ആർ റൈറ്റ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ
ഒരു കാര്യം, 24 മണിക്കൂറിനുള്ളിൽ ഉം. അമേരിക്കയും പിന്നെ ഇസ്രയേലും പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തേണ്ട രീതിയിൽ പിന്നെ റെജിം ചേഞ്ച് ആണെങ്കിൽ ഈ റിലീജിയസ് ലീഡർ എന്ന് പറഞ്ഞ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന അയോത്തുള്ള കൊമേനി കൊന്നു. കൊന്നു. അതിൻ്റെ കൂടെ 7 ജനറൽസ്, ടോപ്പ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് എന്ന് ഗാർഡിനെ പറയുന്ന ഗാർഡുണ്ട്. അവരുടെ എലൈറ്റ് ഫോഴ്സസിന്റെ 7 ജനറൽസിനെയാണ് കൊന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അവരുടെ ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ രാവിലെ ആ കോംപ്ലക്സിലെ. അയാളും മരിച്ചു. ഖൊമേനിയുടെ മരുമകനെ, മകളെ, കൊച്ചുമകനാണെന്ന് തോന്നുന്നു, അതും ഇതിന്റെ കൂടെ ഇയാളുടെ കൂടെ ചത്തു എന്നാണ് ഇന്റർനാഷണൽ ചാനൽസിലും മറ്റ് അൽ ജസീറ എന്ന് പറയുന്നത് അറിയാമല്ലോ. ഇറ്റ്സ് എ ഗൾഫ് ബേസ്ഡ് ആണ്, ഗൾഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പറാണ്, ഒരു TV ചാനൽ ന്യൂസ് പേപ്പറും ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ അത് വാച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആധികാരികമായിട്ട് അത് ഇറാൻ തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇറാൻ തന്നെ ആണെങ്കിൽ 40 ദിവസത്തെ റൈറ്റ് 40 ഓക്കെ 40 ദിവസത്തെ 40 ദിവസത്തെ പിന്നെ ദുഃഖാചരണത്തിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. അതുപോലെ ഇറാനിയൻ നാഷണൽ റവല്യൂഷണറി ഗാർഡിന്റെ ചീഫായിട്ട് ഇപ്പൊ ആണെങ്കിൽ ഓൾറെഡി അവർ പിന്നെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന എന്താണെന്ന് നമുക്ക് അല്പം കാത്തിരിഞ്ഞ് കാണാം, ഡെവലപ്മെന്റ്സ് എന്താണ്. ശരി, ഓക്കെ, നന്ദി, നമസ്കാരം.